ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. വിൽപ്പന സമ്മർദ്ദം തുടരുന്നു. വിപണികളിൽ ചാഞ്ചാട്ടം ദൃശ്യമായേക്കും. പാശ്ചാത്യ വിപണികളിലെ തകർച്ച ഏഷ്യയിലും അമേരിക്കയിൽ പലിശ നിരക്ക് വർധന വൈകിയേക്കുമെന്ന സൂചനകൾ തിരിച്ചടിയായി. ക്രൂഡ് വില മാറ്റമില്ലാതെ തുടരുന്നു. ലോകബാങ്കിന്റെ കാര്യക്ഷമതയില്ലായ്മയെപ്പറ്റി തുറന്നടിച്ച് പ്രസിഡന്റ് അജയ് ബംഗ. അനാവശ്യ നിയമങ്ങളുടെ ആധിക്യം മൂലം വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബാങ്കിനാവുന്നില്ലെന്ന് വിമർശനം. ധനസഹായം ലഭിക്കുന്നതിന് 1100-ലേറെ നിയമങ്ങൾ കുരുക്കാകുമെന്ന് ബംഗ. വിപണികളിലെ ചൈനീസ് നിയന്ത്രണങ്ങൾ ഫലപ്രദമല്ലെന്ന് ഫണ്ട് മാനേജർമാർ. വളരുന്ന വിപണികൾക്ക് നീക്കം ദോഷകരമാകുമെന്ന് വിലയിരുത്തൽ. നിയന്ത്രണം ഏർപ്പെടുത്തിയത് ആഭ്യന്തര നിക്ഷേപകരുടെയും ഓഫ്ഷോർ യൂണിറ്റുകളുടെയും വിപണിയിലെ തകർച്ച തടയാൻ. പേയ്മെന്റുകൾക്കപ്പുറം പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഫോൺപേ ബോർഡ് വിപുലീകരിക്കും. മുൻ റവന്യൂ സെക്രട്ടറി തരുൺ ബജാജിനെയും വാൾമാർട്ടിലെ 2 എക്സിക്യൂട്ടീവുകളെയും ഉൾപ്പെടുത്തും. പിൻകോഡ് എന്ന ഇ-കൊമേഴ്സ് കേന്ദ്രീകൃത ആപ്പും ഓഹരികൾക്കും മ്യൂച്വൽ ഫണ്ടുകൾക്കുമായി ഷെയർ ആപ്പും അവതരിപ്പിക്കും. പേടിഎമ്മിന് മേലുള്ള ഉപരോധം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് സ്ഥാപകരുടെ കൂട്ടായ്മ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ധനമന്ത്രിക്കും കേന്ദ്ര ബാങ്കിനും കത്തയച്ചു. നിയന്ത്രണ നടപടികൾ കടുപ്പിക്കുന്നത് ഫിൻടെക് മേഖലയ്ക്ക് ദോഷം ചെയ്യുമെന്ന് വിലയിരുത്തൽ. വിദേശ വിനിമയ ചട്ടലംഘനം നടത്തിയെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് പേടിഎം. ഇന്ന് കേന്ദ്ര ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗമാണ്. ധനനയ അവലോകനത്തിനുള്ള കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. പലിശ നിരക്ക് കുറയ്ക്കണോ അതോ പലിശ നിരക്ക് ഇതേപോലെ നിലനിർത്തണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ധനനയ അവലോകന യോഗത്തിൽ അവർ തീരുമാനിക്കും. പലിശ നിരക്ക് വീണ്ടും കൂട്ടാനുള്ള ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കും എന്ന് വിലയിരുത്തുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം കേരള ബജറ്റ് വന്നിരുന്നു. ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. കൊച്ചി, ആലപ്പുഴ, ബേപ്പൂർ അതൊരു കേന്ദ്രീകരിച്ചിട്ടുള്ള ടൂറിസം പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. അതേപോലെ തന്നെ കൊച്ചിയിൽ ഒരു അന്താരാഷ്ട്ര വാണിജ്യ സമുച്ചയം വരുന്നുവെന്ന വാർത്തയുണ്ട്. 2521 കോടിയുടെ ഈ പദ്ധതി വരുന്നതോടുകൂടി മറൈൻ ഡ്രൈവും കൊച്ചിയും ഒക്കെ ഒരു പുതിയ മുഖം നേടും എന്ന വിലയിരുത്തലുകളുണ്ട്. അതുപോലെ തന്നെ മലബാറിൽ പുതിയ അന്താരാഷ്ട്ര തുറമുഖം വരുന്നു. വിഴിഞ്ഞം തുറമുഖം മെയ്യിൽ തുറക്കപ്പെടുന്നു. ഇതൊക്കെ സാമ്പത്തിക മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. 3 ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് ധനമന്ത്രി പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ നടപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയിൽ അത് വലിയൊരു ചലനം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇനി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിപണിയിൽ ഏഷ്യയിലെയും അമേരിക്കയിലെയും ഒക്കെ ആ ഒരു ചാഞ്ചാട്ടം നമ്മുടെ വിപണിയിലും ദൃശ്യമാണ്. ഇന്ന് രാവിലെ വളരെ ചെറിയ തോതിലൊരു നേട്ടവുമായിട്ടാണ് നിഫ്റ്റി ദേശീയ ഓഹരി വിപണി വ്യാപാരം നടക്കുന്നത്. 21,791 വ്യാപാരം, 19 പോയിന്റ് ഉയർന്ന്. അതേപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ഫൈനാൻഷ്യൽ സർവീസസ് സെക്ടർ എന്ന് താഴ്ന്നാണ് വ്യാപാരം നടക്കുന്നത്. 189 പോയിന്റ് താഴ്ന്ന് 45,635 ബാങ്ക് സെക്ടറിന്റെ വ്യാപാരം. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 168 പോയിന്റ് ഉയർന്ന് 71,900 എന്ന രീതിയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ വില അത് ഒരു സ്ഥിരതയിൽ നിൽക്കുകയാണ്. $78 മുകളിലായിട്ടാണ് ബാരലിന് നിൽക്കുന്നത്. ഇനി നമ്മുടെ അതിഥിയാണ് ഇന്നത്തെ വിപണിയെ വിശകലനം ചെയ്യാനായി ശ്രീ പ്രിൻസ് ജോർജ്, MD, DBFS. ഗുഡ് മോർണിംഗ് ശ്രീ പ്രിൻസ് ജോർജ്. എന്തായാലും അമേരിക്കയിൽ ജെറോം പവലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, പലിശ നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉടൻ ഉണ്ടാവില്ല. അതേപോലെ തന്നെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ നല്ല ആരോഗ്യത്തിലാണ്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചുള്ള മാറ്റങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന ഒരു പ്രഖ്യാപനം. അതേപോലെ തന്നെ ചൈനയിലെ ഫണ്ട് മാനേജർമാർക്ക് കൊണ്ടുവന്ന ചില നിയന്ത്രണങ്ങൾ. ഇനിയും ഇന്ത്യയിൽ ആണെങ്കിൽ റിസർവ് ബാങ്കിന്റെ പോളിസി വരാനിരിക്കുന്നു. ഇതൊക്കെ വിപണിയെ ബാധിക്കുമോ? ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളും ഒരു താഴ്ചയിലാണല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എനിക്ക് തോന്നുന്നത് എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾ സൂചിപ്പിച്ചു. അതിൽ ഒരു ചെറിയൊരു വ്യത്യസ്തമുള്ള ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ അമേരിക്കൻ എക്കണോമിയെ സംബന്ധിച്ചുള്ള ഒരു ഔട്ട്ലുക്ക് ഇത്തവണ അവരുടെ FOMC പറഞ്ഞത് അവരുടെ എക്കണോമി ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുവെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അത് ഈ വർഷം 1-2 തവണ കുറയ്ക്കുക. ഈ 2024 കലണ്ടർ ഇയറിൽ 2 തവണയെങ്കിലും അത് താഴേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് അവർ സൂചിപ്പിച്ചത്. പക്ഷെ അതിന് മുമ്പായിട്ട് ഈ എക്കണോമി കൂൾ ഡൗൺ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. ഗ്ലോബലി അത്ര ന്യൂസുകൾ അത്ര പോസിറ്റീവ് അല്ല. ഉദാഹരണം പറഞ്ഞാൽ ഇന്നലെ ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റുകളിൽ അവിടുത്തെ മിക്ക ഷെയറുകളും 4% തൊട്ട് 8% വരെ താഴേക്ക് വന്നിരുന്നു. കാരണം ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ചൈനയ്ക്കെതിരായിട്ടുള്ള ഉപരോധങ്ങൾ കൂടുതലായിട്ട് കൂട്ടും എന്നുള്ള ഒരു ന്യൂസിന്റെ ഒരു ഇതിലാണ് വന്നത്. ഡൊണാൾഡ് ട്രംപിന് തിരികെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളതാണ് മാർക്കറ്റിന്റെ ഒരു വിലയിരുത്തൽ. അപ്പൊ ഇത്തരത്തിലുള്ള ഗ്ലോബൽ സിറ്റുവേഷനിലും ഇന്ത്യ ഒരു ഷൈനിങ് സ്റ്റാർ ആയിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളതും, പ്രത്യേകിച്ച് ബജറ്റിന് ശേഷം, ഇന്ററിം ബജറ്റിന് ശേഷവും മാർക്കറ്റ് വളരെ ആക്റ്റീവായിട്ടും പോസിറ്റീവായിട്ടും നിൽക്കുന്നു എന്നുള്ളതും വളരെ നല്ല കാര്യമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. എങ്കിലും ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് വെർട്ടിക്കലായിട്ട് മുകളിലേക്ക് പോകാൻ സാധിക്കാത്ത ചില സിറ്റുവേഷൻ ഉണ്ട്. കാരണം 3 മാസത്തിനപ്പുറം ജനറൽ ഇലക്ഷൻ ഉണ്ട്. ഇലക്ഷൻ എന്തായാലും ഒരു അൺസർട്ടൺ ഇവന്റ് ആണ്.
കുറേയേറെ ഡിസിഷൻസ് പെൻഡിങ് ആവും. ആ സമയത്ത് കമ്പനികൾക്ക് വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പിന്നീട് നമ്മൾ ഈ ലാസ്റ്റ് ക്വാർട്ടറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. മാർച്ചോടുകൂടി കമ്പനി റിസൾട്ടുകളും മറ്റുമൊക്കെ വരണം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രൊഡിക്ട് ചെയ്യുന്നത്. വലിയൊരു അപ്സൈഡ് പ്രതീക്ഷിക്കുന്നില്ല. മറ്റന്നാൾ നടക്കുന്ന മോണിറ്ററി പോളിസി റിവ്യൂ മീറ്റിംഗിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്താണെങ്കിലും കൂട്ടുന്ന കാര്യമില്ല, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ഒരു സിറ്റുവേഷൻ, രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇതിന് അപ്പുറമായിട്ട് റിസർവ് ബാങ്ക് പോയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ടൊരു ഡിസിഷൻ എടുത്താൽ മാർക്കറ്റിന് അത് വലിയ ഒരു ഷോർട്ട് ഇൻ ദ ആം എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് അപ്സൈഡ് ബ്രേക്ക് ഔട്ട് ഉണ്ടാകും. ശരി, എന്തായാലും താങ്ക് യു വെരി മച്ച്. എന്തായാലും റിസർവ് ബാങ്കിന്റെ ധനനയം അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു, വിശകലനം നൽകിയത് പ്രിൻസ് ജോർജ് ആണ്, MD DBFS. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബെൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഉച്ചയ്ക്ക് 1:30 വീണ്ടും കാണാം. ബാക്ക് ടു SK.